ഹായ് എവരി വൺ, ദിസ് ഇസ് CMA അഫ്സൽ ആലുങ്കൽ ഹിയർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഗ്രൂപ്പുകളിലും ഇൻഡിവിജ്വലി ആയിട്ടും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നത്, സർ നമ്മുടെ ഡിസംബർ 2025 ഇന്റർ ആൻഡ് ഫൈനൽ എക്സാമിന്റെ റിസൾട്ട് നമുക്ക് എന്നാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യമാണ്. കാര്യമായിട്ട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഇതിന്റെ കൂടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സർ ഞാൻ ഡിസംബറിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതിയ സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓൾറെഡി പാസ്സായ സ്റ്റുഡന്റ് ആണ്, രണ്ടാമത്തെ ഗ്രൂപ്പ് എഴുതാൻ പോവാണ്. അപ്പൊ അങ്ങനെ എഴുതിയ എനിക്ക് ഞാൻ പാസ്സാവുകയാണെങ്കിൽ 2026 ജൂണിൽ എനിക്ക് ഫൈനൽ എഴുതാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. അതിനു മുമ്പ് ജൂൺ 2026 പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ, ഇന്റർമീഡിയറ്റ് ആവട്ടെ ഫൈനൽ ആവട്ടെ, എല്ലാ സബ്ജക്റ്റുകളും, ഇന്ററിന്റെ 8 പേപ്പറുകളും ഫൈനലിന്റെ 8 പേപ്പറുകളും ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാ സബ്ജക്റ്റുകളും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ക്ലാസിന്റെ കൂടെ ക്ലാസിന്റെ നോട്ട്സ്, അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, ചാപ്റ്റർ വൈസ് എക്സാംസ്, 50 മാർക്ക് എക്സാം, 100 മാർക്ക് എക്സാംസ്, ഗൈഡൻസ്, സ്മാർട്ട് സ്റ്റഡി, ഡൗട്ട് ക്ലിയറൻസ്, ഇങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ഞാൻ ഗൂഗിൾ ഫോംസ് കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ജസ്റ്റ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ നമ്പറിലേക്ക്, ഓഫീസ് നമ്പറിൽ നിന്ന് അവർ വാട്സപ്പ് വഴി അയച്ചു തരും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റുഡൻസ് കൃത്യമായിട്ട് ചോദിക്കാറുള്ളത്. ഒന്ന്, സർ എന്നാണ് നമ്മുടെ റിസൾട്ട് വരിക? നമുക്കറിയാം, മുമ്പൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത്, സോറി, ടൈം ടേബിൾ വരുന്ന സമയത്ത് അതിലൊരു ഡേറ്റ് പറയാറുണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യാറുള്ളത്. നമ്മുടെ ഡിസംബർ 2025 ടൈം ടേബിൾ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ കൃത്യമായിട്ട് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് ഡേറ്റിനാണ് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ് തന്നെ കൃത്യമായിട്ട് ഒരു 100% ഇത് തന്നെ ആവാനാണ് സാധ്യത. റീസൺ, കഴിഞ്ഞ തവണ ജൂൺ 2026 എക്സാമിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് ഫൗണ്ടേഷൻ ആയാലും ഇന്റർ ആയാലും ഏത് ഡേറ്റിനായിരുന്നു എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഫൗണ്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിക്ലെയർ ചെയ്തത് ജൂലൈ 8-നായിരുന്നു ഫൗണ്ടേഷന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തത്. ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് ഓഗസ്റ്റ് 11-നായിരുന്നു. സെയിം പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ ഫൗണ്ടേഷന്റെ കേസിൽ കാണാൻ പറ്റിയത്. ഫൗണ്ടേഷന്റെ റിസൾട്ട് എക്സാം നടന്നത് ഡിസംബറിലായിരുന്നു. അതിന്റെ റിസൾട്ട് വന്നത് ജനുവരി 8-ാം തീയതിയാണ്. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ തവണ വന്ന പോലെ തൊട്ടടുത്ത മാസം 8-ാം തീയതി ഫൗണ്ടേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. അതേപോലെ അത് കഴിഞ്ഞിട്ടുള്ള മാസം, ജനുവരി കഴിഞ്ഞാൽ ഏതാ മാസം? ഫെബ്രുവരി 11-ാം തീയതി എന്തായാലും നമ്മുടെ റിസൾട്ട് വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇനി കൂടുതൽ എന്ത് ചെയ്യണ്ട, ആ കാര്യത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കണ്ട, റൂമറുകളുടെ പുറകെ പോകണ്ട. ഫെബ്രുവരി 11 ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിൽ തന്നെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇനി രണ്ടാമത് അതിന്റെ കൂടെ ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, സർ ഞാൻ ഇന്റർ ക്വാളിഫൈ ചെയ്യുന്നു ഡിസംബറിൽ ഈ ഡേറ്റിന്, എനിക്ക് ഫൈനൽ ജൂൺ 2026 എക്സാം എഴുതാൻ കഴിയുമോ? ആൻസർ ഇസ് നോ. കാരണം ജൂൺ 2026 നോർമലി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുക ജനുവരി 31-നാണ്. ഇന്റർ ഫൈനലിനൊക്കെ രജിസ്ട്രേഷൻ, ഫൈനലിന്റെ കോഴ്സ് രജിസ്റ്റർ ചെയ്യണമല്ലോ നമ്മൾ എക്സാം എഴുതണമെങ്കിൽ. ജനുവരി 31, 2026 ഉള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താലാണ്, ഫൈനൽ രജിസ്റ്റർ ചെയ്താലാണ് നമുക്ക് ജൂൺ 2026 എക്സാം എഴുതാൻ പറ്റുക. ഇത് നോർമലി ചിലപ്പോഴൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 10 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. 10 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 10-ാം തീയതി വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ റിസൾട്ട് എന്നേ വരുള്ളൂ? ഫെബ്രുവരി 11-നേ വരുള്ളൂ. അപ്പൊ നമുക്ക് ജൂണിലേക്കുള്ള ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ ജൂണിൽ എക്സാം എഴുതാൻ കഴിയോ? ഇല്ല. അപ്പൊ നമുക്ക് എന്നേ ഫൈനൽ എഴുതാൻ കഴിയുള്ളൂ? ഡിസംബർ 2026 എക്സാം എഴുതാൻ കഴിയും. ഓക്കെ.
അപ്പൊ ഇതാണ് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ ഓൺലൈൻ റെക്കോർഡ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ക്ലാസിന്റെ മോഡ് അറിയാൻ പറ്റും, ആപ്പ് ഏതാന്ന് അറിയാൻ പറ്റും, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അത് ഫിൽ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ CMA സ്റ്റുഡൻസിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ഇനി എന്ത് ചെയ്യരുത്, റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ചകൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഫെബ്രുവരി 11-ാം തീയതി നമ്മുടെ റിസൾട്ട് വരും. അതിനു മുമ്പ് തന്നെ ബാക്കിയുള്ള പഠനങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക. റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് നോക്കാം. ഓൾറെഡി ഒരു ഗ്രൂപ്പ് പരീക്ഷ എഴുതി നിൽക്കുന്നവരാണെങ്കിൽ തൊട്ടടുത്ത ഗ്രൂപ്പ് പഠിക്കാൻ നോക്കുക. രണ്ട് ഗ്രൂപ്പ് എഴുതിയ ആളുകളാണെങ്കിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക എന്ന കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.